നിങ്ങളുടെ സുനന്ദയെ കൊണ്ട് ഒരു രക്ഷയില്ലാതായി. ഇന്ന് CI ശിവന്റെ കൂടെ കൂടി 3 ലോഡ് എന്റെ പിടിച്ചു. കാശും കുറെ പോയി കിട്ടി. സുനന്ദയെ എന്തായാലും ഒന്ന് നോക്കണം. അതൊക്കെ അവിടെ കേട്ടെ. എടാ നീ സുനന്ദേച്ചിനെ വെറുതെ വിട്ടേക്ക്. ഏറി വന്ന 2 മാസം 2 മാസത്തിനുള്ള തനിയോ തിങ്കോളൂ. ഇത്തവണ ഇനി കാണും സീറ്റ് ഉറപ്പല്ലേ? ഞാൻ മെമ്പറായപ്പോ നീ മണലോ കടലോ എന്താന്ന് വെച്ചാ കടത്തിക്കോ. ഏത് സുന്ദര ചോദിക്കാമെന്ന് എനിക്കത് കാണണമല്ലോ. കാണണല്ലോ. ചോദിക്ക് പറയാ. അപ്പൊ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് 3 ലോഡ് വരുന്നുണ്ട്. ഞാൻ ഒന്ന് എസ്കോട്ട് പോയിച്ചും വരാം. മറ്റുള്ളവർ മുമ്പിൽ തലവൊക്കെ വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ട് സുനന്ദ ഒരു മുട്ടിന് ഒരു കൈസായം തന്നെ നീനാഘോഷിയെ പോലും ബ്ലോക്ക് ചെയ്ത്. നമുക്ക് അങ്ങോട്ട് തീർത്താലോ? ഞാൻ ഇത് തീർക്കുന്ന കാര്യം പറഞ്ഞു. അയ്യോടാ സുനന്ദക്ക് എന്നോട് സ്നേഹമില്ലെന്നും പറഞ്ഞ് എനിക്ക് തള്ളിക്കളയാൻ പറ്റും. എന്റെ കൂടെ പുറപ്പായിപ്പോലടാ. കാര്യത്തോട് എടുക്കുമ്പോൾ നിങ്ങൾ ചാണ്ടി ചിഹ്നത്തില്ലെന്ന് ഇവിടെ ആർക്കറിയാത്ത ട്രൈ അവളെപ്പോലെ സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിൽ പൊട്ടിമുളിച്ചൊരു കൂണല്ല ഞാൻ. എന്റെ പ്രവർത്തന പാരമ്പര്യം നിനക്കറിയില്ലേ? ഫ്ലാഷ് ബാക്ക് കൊണ്ടുവരും. കുറച്ച് ക്ലീശാണ് പക്ഷെ പോവേണ്ടി വരും. പണ്ട് കോളേജിൽ ഇതേത് വപ്പെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നലെ തലവരുതും ഇന്നലെ ആരാ കളിക്കുന്നത്? ഹലോ ചേട്ടാ ഇത് കൂടി. ഇത് കൊണ്ടുവന്ന് എന്താ ഇത്? ഇത് നമ്മുടെ എവിടെയാണല്ലോ. ഞാനാണ് ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി. വെറുതെ ഷോ കാണിക്കാൻ നിൽക്കരുത്. ഇമാരുടെ നീല കീർത്തുണി കെട്ടിയെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ചെങ്കോട്ട അങ്ങനെ തന്നെ നിൽക്കും. ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നതാണ് നമ്മുടെ പാർട്ടി. ഇമാര് കെട്ടട്ടെ, എവിടം വരെ പോകുന്ന നോക്കാം. അയ്യോ പ്രിൻസിപ്പൽ തൽക്കാലം പിരിഞ്ഞു പോയിക്കോ. കുഴപ്പമില്ല ചേച്ചി, കോളേജിൽ വെച്ച് ശരിയാവും. രാഷ്ട്രീയത്തിൽ തല്ലുകൊള്ളുന്നതും ജയിലിൽ കിടക്കുന്നതും ഒക്കെ നല്ലതാ, വളരും. നീ രാഷ്ട്രീയത്തിലേക്ക് വലതുകാലം വെച്ച് കയറി കഴിഞ്ഞു. വേണ്ട വേണ്ട, നമുക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടത് ഈ രാഷ്ട്രീയം കാരണം. ഇനി നീ കൂടി അതിൽ പോണ്ട. ജീവിതമാണ്, മനസമാധാനമാണ് വലുത്. ഇത് ഇന്നത്തോടെ നിർത്തിക്കോണം. സമരമാണോടാ? കൊടിയേറ്റിയതിനായിരുന്നല്ലേ? ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിവിടെ തൂക്കിയിടുന്നല്ലേ? സുഖല്ലേ? ഭയങ്കര ഫാനാണ് ചേച്ചി. എന്തായിരുന്നു ചേച്ചിയുണ്ട്, അപ്പുറത്തെ അച്ഛനാണ്. ഓട്ടോഗ്രാഫാന്ന് തോന്നുന്നു ചേച്ചി.